പെണ്ണിനെ വെച്ച് വില വെച്ചുന്ന വൃത്തികെട്ടവനെ എന്താ വിളിക്കേണ്ടത്? കുടിക്കടാ, കുടിയാ. ഞാൻ നിന്റെ കൂടെ സന്തോഷമായിട്ടിരിക്കുന്ന അവൻ കാണണം. അവനെ എണിപ്പിക്കടാ. എണീക്കടാ. നിന്റെ മിക്സിങ് ശരിയല്ല. വെള്ളം ഒരുപാട് കൂടിപ്പോയി. എനിക്ക് ഡ്രൈ ആയിട്ട് വേണം. ഞാൻ നോർമലായിട്ടിരിക്കുമ്പോ തന്നെ അടിച്ചാൽ നിന്റെ കൈയും കാലൊക്കെ പീസ് പീസാകും. അപ്പൊ പിന്നെ കിക്കോടെ അടിച്ചാൽ നിന്റെ പോയില്ലേ? വാടാ 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 ഡാടാ പുറയുന്ന അടിക്കടാ. വാ വാടപ്പോ നീ എങ്ങോട്ട് കൈ എടാ ഇവിടെ ടച്ചിങ് തരാൻ ആരുമില്ലേ? ഈ രക്തത്തിന് ഭയങ്കര ഉപ്പാണ്. നമസ്കാരം മാഡം, ഒരു മിനിറ്റ്. ഡ്രൈ ആയിട്ട് അടിച്ചാലല്ലാതെ എനിക്കൊന്നും ഫീൽ ആവില്ല ബ്രോ. വല്ല കമ്പി കൊണ്ട് അടിക്ക്. വെള്ളം അടിക്കില്ല മാഡം. എന്നെ ബലമായിട്ട് പിടിച്ച് കുടിപ്പിച്ചാലും ഉറപ്പായിട്ടും വണ്ടി ഞാൻ ഓടിക്കില്ല. നിയമത്തെ ബഹുമാനിക്കണം മാഡം. നിങ്ങൾ ആ ഹാൻഡിലിൽ മുറുക്കെ പിടിച്ചു. ഞാനിപ്പോൾ എവിടെയാണ് മുറുക്കെ പിടിക്കുക? ഞാൻ പറയുമ്പോഴൊക്കെ ആ ക്ലച്ച് പിടിച്ചോണേ. ഗിയറ് ഞാൻ മേഘദൂത് കാത്തു നിൽപ്പൂ എന്നിലെ സാഗരം മുഖമായി വാങ്ങുവോ. ഞാൻ ഉഷാർ ഫാനാണ്. ഉഷാർ ഫാൻ. എന്നെ ഏതെങ്കിലും ഗസ്റ്റ് ഹൗസിലേക്കാണോ കൊണ്ടുപോകുന്നത്? ഇതറിഞ്ഞാൽ എൻ്റെ ഫ്രണ്ട്സൊക്കെ എന്നെ നോക്കി ചിരിക്കും കേട്ടോ. നിങ്ങൾ ഭയങ്കര അഡ്വാൻറ്റേജ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അയ്യോ വക്കീല്, നമ്മളത്തെ ഇവിടെ ഡിവോഴ്സ് ചെയ്യാൻ വേണ്ടിട്ടാണോ വന്നത്? അതെ സാറേ, സാറേ കേസ് എടുക്കല്ലേ. ഞങ്ങൾ ലവ് തുടങ്ങിയിട്ട് പോലും ഇല്ല. നിശ്ചാൻ വേണ്ടി കഷ്ടപ്പെടുന്നു വേണ്ട സാറേ. ഒരു മിനിറ്റ്, ഇതെന്താ വിഷയം? നമ്മൾ ഒരു തെറ്റ് ചെയ്തിട്ടില്ലല്ലോ. നമ്മൾ കേസ് കൊടുത്ത് കോംപ്രമൈസ് ചെയ്തിട്ടില്ല. ഇവരുടെ അച്ഛൻ മിസ്റ്റർ സുബ്രഹ്മണ്യൻ, ക്രിമിനൽ ലോയർ. ഓ ക്രിമിനൽ ആണല്ലേ? സെക്യൂരിറ്റി, ഈ തേർഡ് ക്ലാസ്സിന് ആരകത്തേക്ക് വിട്ടത്? തേർഡ് ക്ലാസ് ഞങ്ങൾ രണ്ടുപേരല്ലേ ഇവിടെ ഉള്ളൂ. ഹൈ ക്ലാസ് ഇഡിയറ്റ് കൺട്രി ബ്രൂട്ട് മൈൻഡ് യുവർ മലയാളം ലാംഗ്വേജ്. ആരെ നോക്കിയോ താൻ തേർഡ് ക്ലാസ്? സെക്യൂരിറ്റി, തന്റെ തന്തയെ
ബുദ്ധിണ്ടോ നിനക്ക്? അതെ നിഷ, നിന്റെ തന്തയുണ്ടല്ലോ കുറിച്ചിരുത്തി ഒരു ഇടി കൊടുത്താണല്ലോ എല്ലാ കാര്യങ്ങളും ശരിയാകും. ഇത് 307 ആണെങ്കിൽ മർഡർ കേസ്. Am I right, criminal lawyer? ഈ നെറികെട്ടവൻ നിനക്ക് ഫ്രണ്ട് അതേ, ആരാണ് നീ നെറിയിട്ടെന്ന് വിളിച്ചേ? കൊന്നുകളോ ഞാൻ. ഇദ്ദേഹമല്ല, നെറികെട്ടവൻ നിങ്ങളാണ്. അങ്ങനെ അച്ഛനോട് എനിക്ക് ഒരുപാട് ബഹുമാനം ഉണ്ടായിരുന്നു. എല്ലാവരോടും അഭിമാനത്തോടെ ഞാനൊരു ക്രിമിനൽ ലോയറുടെ മകളാണെന്ന് പറയാറുണ്ട്. ഹലോ മാഡം, വാട്ടർ പ്ലീസ്. പക്ഷെ ഇന്ന് അച്ഛൻ ചെയ്ത കാര്യമുണ്ടല്ലോ, ശ്ശേ. ഒറിജിനൽ വാട്ടർ. അച്ഛൻ ഇന്നൊരു കോൾ വന്നില്ലായിരുന്നോ? അവന്മാരെ റേപ്പ് ചെയ്തിട്ട് എങ്ങനെ രക്ഷപ്പെടേണ്ടെന്ന് ചോദിച്ചപ്പോ ഒരു സൂപ്പർ ഐഡിയ പറഞ്ഞു കൊടുത്തല്ലോ. അടിപൊളി അച്ഛാ, സൂപ്പർ. പക്ഷെ അവന്മാര് റേപ്പ് ചെയ്യാൻ നിന്ന പെണ്ണാരാന്നറിയോ അച്ഛന്? ഞാനാണച്ഛാ, നിങ്ങളുടെ സ്വന്തം മകള്. നിഷ, നീ അകത്തേക്ക് വന്ന് സംസാരിക്കാം. അകത്തേക്ക് വരാൻ വേണ്ടിയല്ല ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്, ഇത് പറയാൻ വേണ്ടിയാ വന്നത്. വാ സൂര്യ. എടോ ക്രിമിനൽ തന്തേ, സെന്റിമെന്റൽ മൂഡിൽ നിന്ന് റൊമാൻറ്റിക് മൂഡിലേക്ക് പോകുന്നത് മാത്രം കഷ്ടമാണെന്ന് അറിയോ? താനൊക്കെ എന്തിനാണോ തന്തയാണെന്ന് പറഞ്ഞ് നടക്കുന്നത്? വാ സൂര്യ. നിഷ മാഡം, 1 minute പ്ലീസ്. അമ്മവ തങ്കപ്പെട്ട ഒരു പെണ്ണിനെയാണ് എന്തായാലും ഗിഫ്റ്റ് എടുത്ത് തന്നിരിക്കുന്നത്. ഞാനൊന്ന് കെട്ടിപ്പിടിച്ചോട്ടെ അമ്മയച്ച. ഭയങ്കര ചൂടാണല്ലോ. ചെറിയ ചെറിയ കേസിനൊക്കെ അകത്ത് പോയാൽ പുറത്തിറക്കുമല്ലോ അല്ലേ? ഇറക്കിയല്ലേ പറ്റൂ, മരുവരായി പോയില്ലേ അല്ലേ? ബൈ. നിന്റെ പുറത്ത് ഇങ്ങനെ മുഖം വെച്ച് കിടക്കുന്ന ഈ കിടപ്പുണ്ടല്ലോ, അതൊരു പ്രത്യേക സുഖം തന്നെ. നിന്നെ കാണുമ്പോ എനിക്ക് എന്തൊക്കെയോ തോന്നുന്നു. ഇനി എന്നെ ഇട്ടിട്ട് എവിടെയെങ്കിലും നീ പോയാലുണ്ടല്ലോ, കൺട്രോൾ സൂര്യ, കൺട്രോൾ സൂര്യ, കൺട്രോൾ. നിഷ മാഡം, ഞാൻ കൈ ഇവിടെ വെച്ചോട്ടെ. കുറച്ചു നേരം ഈ പുറം ഒന്നും ബെഡായിട്ട് യൂസ് ചെയ്യണേ. ഉറങ്ങത്തേ ഉള്ളൂ, അല്ലാതെ വേറൊന്നും ചെയ്യില്ല. അതെ, കുടിച്ചോണ്ട് പറയാണെന്ന് വിചാരിക്കണ്ട കേട്ടോ. നിങ്ങളുടെ ആ ഡബിൾ ആക്ടിങ് റോളില്ലേ, ആ വേറെ ആള്, ആ ഉഷ, ആ ഉഷയുടെ ക്യാരക്ടറിൽ മുടിയൊക്കെ ഇങ്ങനെ പിന്നിട്ടിട്ട് വരുമ്പോ കുറെ പൂവെടുത്ത് തല വെക്കണത് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. ആ അവസാനം ബാലൻസ് പോയി അല്ലേ? നിങ്ങൾ ഒത്തിരി സ്വീറ്റ് ആയിട്ട് സംസാരിക്കില്ലായിരുന്നോ? അതുകൊണ്ട് നിങ്ങളുടെ മുഖം ഒന്ന് കാണുന്നുണ്ടായിരുന്നു. അങ്ങനെ ബാലൻസ് വിട്ടുപോയി. കറക്റ്റ്. ഈ പ്രായത്തിൽ ബാലൻസ് വിട്ടുപോകാതെ പിന്നെ വയസ്സാകാലത്ത് ബാലൻസ് വിട്ടിട്ട് എന്താ കാര്യം? എടാ മാഞ്ച, നീ എന്തിനാ എന്റെ മോളെ കൂട്ടിക്കൊണ്ട് പോയത്? റേപ്പ് ചെയ്യാൻ വേണ്ടി. നീ എന്തായി പറയുന്നത്? സെൻസ് ഉണ്ടോ നിനക്ക്? ബന്ധമുണ്ടായേ. ഒരുപക്ഷെ എന്റെ അനിയൻ നിന്റെ മോളെ റേപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവളെ അവന് കെട്ടിച്ചു കൊടുത്ത കാര്യം തീർന്നല്ലോ. ബാബു, എന്റെ മോൾ എനിക്ക് ജീവനാണ്, വെറുതെ വൃത്തികേട് പറയില്ലേ. അതിനിപ്പോ ജീവൻ പോയില്ലല്ലോ. നോക്ക് സുബു, തന്റെ മോളെ എന്റെ അനിയൻ കൊണ്ടുപോയത് ആ സൂര്യക്കിട്ട് പണിയാൻ വേണ്ടിയാ. ദയവ് ചെയ്ത് താൻ അതൊന്ന് മനസ്സിലാക്കണം. സൂര്യനെ അടിക്കാൻ ഇത്രയും വലിയ ബിൽഡപ്പ്? തന്റെ അടുത്ത് എന്തെങ്കിലും എക്സ്ട്രോർഡിനറി ഐഡിയ ഉണ്ടെങ്കിൽ പറ, കേക്കട്ടെ. സൂര്യ, നിന്റെ അച്ഛനെ ജയിലിലേക്ക് അയച്ചത് ഞാനൊരു കാരണമാണ്. അച്ഛാ, നിങ്ങള് എന്നോട് ക്ഷമിക്കണം മോനെ. മോളിൽ ഒരാളിരിപ്പുണ്ട്, അയാളാണ് ഡിസൈഡ് ചെയ്യുന്നത് കുറ്റം ചെയ്തത് ആരാണെന്നും ശിക്ഷ എന്താണെന്നും. നിഷ ഇപ്പോൾ വലിയ വീട്ടിലാണുള്ളത്, എൻ്റെ അമ്മയുടെ കൂടെ. അങ്കിളിപ്പോൾ ഇവളെക്കുറിച്ച് ഓർത്ത് വിഷമിക്കേണ്ട, സമാധാനമായിട്ട് വയ്ക്കണം. ഞങ്ങളുടെ വീട്ടിലുള്ള ആധാരങ്ങളൊക്കെ മോഷ്ടിച്ചിട്ട് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയത് കൃഷ്ണയാണെന്ന് എനിക്ക് നേരത്തെ അറിയാം. അവനെതിരെ നിങ്ങൾ ഒരു കേസ് തന്നാൽ മതി, നിങ്ങൾ നിരപരാധിയെന്ന് ഞാൻ തെളിയിക്കാം. ഞാൻ മരിച്ചാലും അവന്റെ പുറത്ത് ഞാൻ കേസ് ചേർത്തില്ല. എന്താ നിങ്ങൾക്ക് ഇത്രയും സ്നേഹം ഉണ്ടാവാൻ കാരണം? കാരണം അവരെന്റെ ചേച്ചിയെ പോലെയല്ല, എന്റെ അമ്മയെ പോലെ. എന്നെ വളർത്തി, എന്നെ പഠിപ്പിച്ചു, എന്നെ കല്യാണം കഴിപ്പിച്ചു. കൃഷിയെ വിശ്വസിച്ച് എന്റെ ജീവിതം നയിക്കണമെന്ന് പറഞ്ഞ് ഞാൻ കൃഷി ചെയ്യാൻ തുടങ്ങി. കുറച്ച് സാമ്പത്തികത്തിൻ്റെ ആവശ്യമുണ്ടായിരുന്നു. എൻ്റെ അളിയൻ്റെ കയ്യിൽ ഒരു പ്രിൻറ്റിംഗ് പ്രസ് ഉണ്ടായിരുന്നു. അപ്പോൾ കൃഷി തുടങ്ങാനുള്ള മുതലിന് വേണ്ടി അപ്പോൾ ആ പ്രസ്സിൽ കള്ളനോട്ട് ഞാൻ ആദ്യമായിട്ട് കണ്ടു. എൻ്റെ അളിയൻ ഞാൻ പറയുന്നത് കേൾക്കാതെ അന്ന് രാത്രി തന്നെ വീട്ടിൽ നിന്ന് പോയി ട്രെയിനിൻ്റെ മുമ്പിൽ ചാടി ആത്മഹത്യ ചെയ്തു. ചെന്നം ഭിന്നമായി മുറിഞ്ഞിരിക്കുന്ന ദേഹം കണ്ടതുകൊണ്ട് എൻ്റെ ചേച്ചിക്കൊരു ഷോക്കായി.
ഇന്ന് വരെ അവര് സുബോധത്തോടെ വന്നിട്ടേ ഇല്ല. ഞാൻ പോലീസിന് കൊടുത്ത ഇൻഫർമേഷൻ കാരണം എൻ്റെ ചേച്ചിയുടെ ജീവിതം തകർന്നുപോയി. ആവശ്യമില്ലാതെ ഞാൻ നിങ്ങളുടെ പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മിപ്പിച്ചു. ഇല്ല ലോയർ സാറേ, ഞങ്ങൾ വളർന്ന വിധം, ഇങ്ങോട്ട് ജീവിച്ചു വന്ന വഴികളൊക്കെ, ഇതെല്ലാം ഞങ്ങൾ ഒരിക്കലും മറക്കാൻ പാടില്ല. ആ പാപം എൻ്റെ പുറത്തുണ്ട്. അതിനൊരു പ്രായശ്ചിത്തമായിട്ട് വിചാരിച്ച് ഞാൻ തന്നെ ഇത് അനുഭവിച്ചോളാം. പറയൂ കൃഷ്ണ. സൂര്യ രക്ഷിക്ക് സൂര്യ, പ്ലീസ് സൂര്യ. എന്തു പറ്റി? പണം തിരിച്ചു തരാത്തത് കൊണ്ട് അവരെന്നെ പൊക്കി സൂര്യ. എന്നെ കൊന്നേക്ക് സൂര്യ, ഒന്ന് വേഗം വാ. ഫോൺ കൊടുക്കുക, ഞാൻ സംസാരിക്കാം. വേണ്ട സൂര്യ, നീ നേരിട്ട് വാ. ഞാൻ ദേവീക്ഷേത്രത്തിന്റെ മുന്നിലാണ്, ഒന്ന് വേഗം വാ സൂര്യ, വേഗം വാ. എടോ ബാബു, സൂര്യ തനിച്ച് കിട്ടിയ നീ അവനെ കീറി പഞ്ഞിക്കിടുന്നു പറഞ്ഞില്ലേ? ഇപ്പൊ അവൻ ഒറ്റയ്ക്കേ വരുള്ളൂ. എവിടെ? ബാബു, ഞങ്ങളുടെ വീട്ടിൽ തരാം. ഇല്ല, ഒന്നുമില്ല, ഒരു കുഴപ്പമില്ല. അമ്മയുടെ മുന്നിൽ വേണ്ട, വീട്ടേക്ക് ആരുണ്ടെങ്കിൽ വേണ്ട ബാബു. പോ. വേണ്ട ബാബു, പറഞ്ഞ കേട്ട്. പറയുന്നില്ലേ? നിന്റെ അനിയൻ്റെ അടുത്ത് ഞാനിത് തന്നെയാണ് പറഞ്ഞത് ബാബു. പെണ്ണുങ്ങൾ അറ്റാക്ക് ചെയ്യുന്നവരെ ആണെന്ന് വിളിക്കില്ലെന്ന്. അവരെ എന്താ വിളിക്കേണ്ടതെന്ന് നിനക്ക് നല്ലതുപോലെ അറിയാം. സൂര്യ, ഈ വിവരമില്ലാത്ത തെണ്ടികൾ നിന്റെ കൂടെ ഉണ്ടെന്നുള്ള പവറിലാണല്ലേ? പവർ പിറന്നപ്പോഴേ കൂടെ കിട്ടിയതാ. ഇത് വലിയ വീട്ടിലെ പവർ. നിനക്ക് പിറകിൽ നിൽക്കുന്ന ആൾക്കാരാണ് നിനക്ക് ഒതുകാത്തത്. ഇവരത്രയും പേരും വിശ്വാസികൾ. ഇതുപോലുള്ള ഷോസ് ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. ഞാനൊരു ആൺകുട്ടിയാ, അതുകൊണ്ടാ നിന്റെ മുന്നിൽ ഇങ്ങനെ നിൽക്കുന്നത്. ആൺകുട്ടി നീ ജനിക്കുന്ന സമയത്ത് നമുക്കൊരു ബർത്ത് സർട്ടിഫിക്കറ്റ് തരും. അതിനകത്ത് ആണും പെണ്ണും ഒരു കോളമുണ്ട്. അതിൽ രണ്ടിലും നിനക്ക് ടിക്ക് മാർക്ക് ചെയ്തിട്ടില്ല. ഒരു ഡൗട്ടിലാണ് നിന്നെ വളർത്തിയത്. ഞാൻ ജനിച്ച് വീണ ഉടനെ നേഴ്സിനെ നോക്കി കണ്ണിറുക്കി കാണിച്ചവൻ. എന്നെ അറ്റാക്ക് ചെയ്യണമെങ്കിൽ ഫോൺ ചെയ്യേ, ഒറ്റയ്ക്ക് നേരിടാമല്ലോ. അത് ചെയ്യാതെ ഇതെന്നാ ഈ ഫാമിലി കീമിലി എന്ന് പറഞ്ഞൊരു പഴയ സ്റ്റൈല്. ആ പഴഞ്ച സ്റ്റൈലിൽ തന്നെ തന്റെ ഫാമിലി ഞാൻ ഇല്ലാതാക്കും. പറ്റുമെങ്കിൽ തടയാൻ നോക്കാം. ഞാൻ ഇല്ലാഞ്ഞിപ്പോ ഫാമിലിയെ തൊട്ടത് വലിയ കാര്യമല്ല. ഞാനിവിടെ ഉള്ളപ്പോ നീ ഒന്ന് തൊട്ട് നോക്കണം. നിങ്ങളുടെ വലിയ വീട്ടിലൊരു പ്രാണി എൻ്റെ അടുത്തുണ്ട്. ഒരു മിനിറ്റ്. കൃഷ്ണ, വാടാ, വാ. സൂര്യ, ഇവനെക്കുറിച്ച് വലിയ വീട്ടുകാർക്ക് കൂടുതലൊന്നും അറിയില്ല അല്ലേ? അമ്മേ. ഏയ് ബാബു, എന്റെ ഫാമിലിയുടെ മുന്നിൽ ചുമ്മാ ഡ്രാമ കളിക്കല്ലേ. അല്ലെങ്കിൽ നിന്റെ ഹോസ്പിറ്റലിൽ കിടക്കുന്ന അനിയൻ ജീവനോടെ തിരിച്ചു വരില്ല. എന്താ സംശയമുണ്ടോ? ഒരേ ഒരു കോള് മതി, നിന്റെ അനിയന്റെ ശ്വാസം അവിടെ നിലയ്ക്കും.
എന്നോട് ക്ഷമിച്ചേക്കാം അമ്മായി. പ്ലീസ് അമ്മായി, എന്നോട് ക്ഷമിച്ചേക്ക്. തെറ്റായെന്ന് നിനക്ക് തന്നെ തോന്നുന്നില്ല. അത് മതി. നോക്കടാ, നീ ക്ഷമ ചോദിക്കേണ്ടത് ഇവിടെയല്ല, പോയി നിന്റെ മാമനോട് ചോദിക്കേ. എന്തിനാടാ ഇങ്ങനെ ചെയ്തത്? ആന്റി അടിക്കണ്ട, വിട്ടേക്ക്. ഇവന്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല. ഇവന്റെ മനസ്സിപ്പോ മാറിയിരിക്കുക. ഇവന്റെ കൂട്ടുകെട്ട് ശരിയല്ലായിരുന്നു, അത്രേ ഉള്ളൂ. നോക്ക് മോനെ സൂര്യ, ഇവന്റെ അച്ഛനെ പോലെ ആകരുത്. ഇവനെ നിന്റെ കൂടെ തന്നെ വെച്ചോ. ഇവനെ ഒരു നല്ല മനുഷ്യനാക്കേണ്ട ചുമതല ഞാൻ നിന്നെ ഏൽപ്പിക്കുകയാണ്. കൃഷ്ണ എന്തുകൊണ്ടാണ് നിങ്ങളുടെ അച്ഛനെ വെറുക്കുന്നത്? നാട്ടിലുള്ള എല്ലാവരും നിങ്ങളുടെ അച്ഛനെ ഒരു ദൈവമായിട്ടാണ് കാണുന്നത്. പക്ഷെ നിങ്ങൾ തമ്മിൽ അത്ര ഐക്യത്തിലല്ല. അന്ന് വലിയ കാര്യത്തില് എന്റെ ഫാമിലി അത് ഇതെന്ന് ഒരുപാട് ഡയലോഗ് അടിച്ചല്ലോ. വാട്ട് ഇസ് ഇറ്റ്? നിഷ, എൻ്റെ കുട്ടിക്കാലത്തെ ഓർമ്മകളൊക്കെ എൻ്റെ ആൻറ്റിയുടെ മകൻ കൃഷ്ണയോടൊപ്പമായിരുന്നു. ഒരാൾ മറ്റൊരാളുടെ വാലെന്ന് പറഞ്ഞ പോലായിരുന്നു. എന്നെക്കാളും വലിയ വാൽ അവനായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും കൂടി ആ നാട് മൊത്തം ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരുന്നു. കൃഷ്ണ വേണ്ടാതിനുമായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. കൃഷ്ണ, തീപ്പെട്ടി എങ്ങനെ കത്തിക്കല്ലേ? അവൻ തീ കത്തിച്ചാൽ അടി കൊള്ളുന്നത് എനിക്കായിരുന്നു. നിഷ, ഞാൻ തെറ്റ് ചെയ്തില്ല എന്ന് പറഞ്ഞ മുന്നേ എന്നെ അടിക്കുമായിരുന്നു. കൃഷ്ണ എപ്പോൾ തെറ്റ് ചെയ്താലും അടി കൊള്ളുന്നത് എനിക്കായിരുന്നു. ഒരു കുടുകുടുപ്പക്കാരൻ്റെ അടുത്ത് 10 രൂപയ്ക്ക് നിന്നെ മേടിച്ചാന്ന് എൻ്റെ അടുത്ത് പറഞ്ഞത്. നീ വലിയ വീട്ടിലെ കൊച്ചൊന്നും അല്ല. നീ വലിയ വീട്ടിലെ പയ്യനല്ലെന്ന് എപ്പോഴും പറഞ്ഞുകൊണ്ടേയിരിക്കും. എൻ്റെ അങ്കിൾ മരിച്ചതിന് ശേഷം ആൻറ്റി ഒരു നല്ല അവസ്ഥയിലായിരുന്നില്ല. കൃഷ്ണ എൻ്റെ അമ്മ എന്നെക്കാളും നന്നായി നോക്കി. മുൻപൊക്കെ എന്നെ കുളിപ്പിച്ച് എനിക്ക് ഭക്ഷണം തന്നിട്ടിരുന്ന എൻ്റെ അമ്മ എന്നെ മറന്നിട്ട് കൃഷ്ണയുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ തുടങ്ങി. എന്താടാ, എന്തിനാ എന്നെ അങ്ങനെ ആ പേരിൽ വിളിക്കുന്നത്? മദ്യപിക്കുന്നത് തെറ്റാണ്, പക്ഷെ നിങ്ങൾ മദ്യപിക്കുന്നില്ലേ, അതുകൊണ്ട് അങ്ങനെ വിളിച്ചത്. അച്ഛനൊരു പുതിയ കാറ് വാങ്ങി. ആ കാറിനകത്ത് ഞാനും കൃഷ്ണയും കൂടി കയറി ചുമ്മാ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് കൃഷ്ണ കാർ സ്റ്റാർട്ട് ചെയ്തത്. ഞങ്ങൾ രണ്ടുപേരും കാറിനകത്ത് നിന്ന് പുറത്തു വരാൻ ഒരുപാട് ശ്രമിച്ചു നോക്കി. വെള്ളത്തിനടിയിൽ എൻ്റെ അച്ഛനെ കണ്ടപ്പോൾ എൻ്റെ പേടിയൊക്കെ മാറി. ആദ്യം എന്നെ രക്ഷിക്കുമെന്ന് വിചാരിച്ചത്. പക്ഷേ എൻ്റെ അച്ഛൻ കൃഷ്ണയാണ് ആദ്യം രക്ഷപ്പെടുത്തി മുകളിലേക്ക് കൊണ്ടുപോയത്. എൻ്റെ അച്ഛൻ എന്നോട് സ്നേഹം ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന് എന്നെ കാണുന്ന ഇഷ്ടമല്ലായിരുന്നു. കൃഷ്ണയാണ് കാർ സ്റ്റാർട്ട് ചെയ്യുന്നത് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടും ആരും വിശ്വസിക്കാൻ തയ്യാറായില്ല. അമ്മേ, ഞാൻ പറഞ്ഞ നേരാണ്, ഞാൻ കാർ ഓടിച്ചിട്ടില്ല. പറയുന്നു ഈ പ്രായത്തിൽ നുണ പറയാ നീ. അമ്മേ, അടിക്കല്ലേ. അമ്മേ, അച്ഛാ, അച്ഛാ, എന്നെ അടിക്കല്ലേ. ഇവിടെ നോക്ക് പച്ചരമണി, നിന്നെ ഞാൻ വെറുതെ വിടില്ല. സ്നേഹമില്ലെന്ന് മനസ്സിലാക്കിയപ്പോൾ ഇവരുടെ കൂടെ ജീവിക്കേണ്ടെന്നൊരു തീരുമാനമെടുത്ത് ഞാൻ ആ വീട് വിട്ട് തെരുവിലേക്ക് ഇറങ്ങി. റെയിൽവേ സ്റ്റേഷനിൽ ഭക്ഷണം കഴിക്കാതെ ഞാൻ കിടന്നു. കഴിച്ചോളൂ, കഴിക്കേ. എണീക്കടാ, നിന്റെ മേലെ ചൂടുണ്ടല്ലോ. ഇത് പിടി, ഇത് കഴിക്കടാ. എനിക്കെന്തെങ്കിലും ജോലി തന്നാൽ ഞാനിത് കഴിക്കാം. നീ വലിയ കുട്ടിയായല്ലോ, പണിയെടുക്കണമെങ്കിൽ നല്ല ശക്തി വേണം ശരീരത്തിന്. നീ ഇത് ആദ്യം കഴിക്കടാ. അന്നു മുതൽ മല്ലയെ ഞാൻ അച്ഛാന്ന് വിളിക്കാൻ തുടങ്ങി. നിഷ, ഞാൻ എൻ്റെ സ്വന്തം അച്ഛനെ അച്ഛാന്ന് വിളിച്ചിട്ട് എത്ര കാലങ്ങളായെന്നറിയോ? എല്ലാവർക്കും സ്നേഹം കൊടുക്കുന്ന നിന്റെ ആ ഗുണമുണ്ടല്ലോ, ആക്ച്വലി അത് നിന്റെ അച്ഛൻ്റെയാണ്. അദ്ദേഹത്തിന് ഒരു തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായി എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും. സൂര്യ, നിനക്ക് നിന്റെ അച്ഛനോട് സ്നേഹം കാണിച്ചാൽ എന്താ?
ഇത്തവണ എൻ്റെ പ്ലാൻ മിസ്സാവില്ല സുബു. തീർക്ക് ഞാൻ. നമ്മുടെ ഇവിടുത്തെ ജനങ്ങൾ ആരുടെ വാക്കിനാണ് കൂടുതൽ വില കൽപ്പിക്കാറുള്ളത്? സ്ത്രീകളുടെ. അന്ന് ആ ടീച്ചർ എന്താ പറഞ്ഞത്? ആ കള്ളുകുടിക്കാരൻ രാജുവിനെ നമ്മൾ വെറുതെ വിടാൻ പാടില്ല. അവനെ കംപ്ലൈന്റ് ചെയ്ത് അകത്താക്കണം. ആ ടീച്ചറെ വെച്ച് നമുക്കൊരു കളി കളിക്കാം. ആ രാജുവിൻ്റെ വീക്ക്നെസ് എന്താ? മദ്യം. രാജുവിനുള്ള മദ്യം നമ്മുടെ അടുത്തൊന്ന് പോകണം. ആ ടീച്ചറെ മയക്കി ജനങ്ങൾ കാണുക ചുവന്ന കാറിൽ കടത്തിക്കൊണ്ടുപോകണം. രാജു മദ്യപിച്ചുറങ്ങുന്ന സമയത്ത് ആ ടീച്ചറെ അവൻ്റെ അടുത്ത് കൊണ്ടുപോയി കിടത്തണം. നാട്ടുകാർ മുഴുവൻ ഇത് കാണണം. രോഷാകുലരായ ജനം ആ രാജുവിനെ തല്ലിച്ചതച്ച് കൊല്ലണം.